ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് അക്ഷയ തൃതീയാണല്ലേ? നിങ്ങളെല്ലാവരും നാമം ജപിച്ചോ? ഇന്ന് നാമം ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ് കേട്ടോ. ക്ഷേത്രത്തിൽ പോയോ? നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിലും പോവാം. ഭഗവാനുള്ള ക്ഷേത്രത്തിൽ മാത്രമെന്നല്ല കേട്ടോ, ഏത് ക്ഷേത്രത്തിലും പോവാം. എല്ലായിടത്തിലുള്ളതും ഒരേ ചൈതന്യം തന്നെയാണ്. അത് നമ്മളെങ്ങനെയാണോ കടലിൽ എല്ലാ നദികളും പുഴകളും എല്ലാം ഒഴുകിയെത്തുന്നത്, അതേപോലെ തന്നെ ക്ഷേത്രങ്ങളായാലും എല്ലാ ക്ഷേത്രങ്ങളിലുള്ള ചൈതന്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോവുക, ഭഗവാന് നാമം ജപിക്കുക, സൽപ്രവർത്തികൾ ചെയ്യുക. എന്തൊക്കെയാണ് സൽപ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ദാഹിച്ച് വെള്ളം ചോദിച്ചു വരുമ്പോൾ അത് കൊടുക്കുക. ഇന്ന് കൊട ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ എന്തൊക്കെ ദാനധർമാദികൾ ചെയ്യുന്നതൊക്കെ ഇരട്ടി ഇരട്ടി ഫലമാണെന്ന് പറയാം. ഇന്നത്തെ ദിവസം നമ്മൾ ഗംഗ 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 എന്ന് 3 തവണ പറഞ്ഞാൽ മതി. നമ്മൾ ഗംഗയിൽ സ്നാനം ചെയ്തതിന് തുല്യം. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ദ്രൗപദിക്ക് അക്ഷയപാത്രത്തിൽ ഭഗവാൻ കൊടുത്തിട്ടുള്ളൊരു ദിവസമാണ്. അക്ഷയപാത്രം ദ്രൗപദിക്ക് മാത്രമാണോ കൊടുത്തിട്ടുള്ളത്? നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് നമുക്ക് ആർക്കും അത് ചിന്തിക്കുകയോ അതൊന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അക്ഷയപാത്രം തന്നിട്ടുണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലും ചിന്തിക്കൂലേ അതെന്താ അങ്ങനെ പറയണമെന്ന്? ഉണ്ട്. അതിൽ ദ്രൗപദിക്ക് കൊടുത്ത അക്ഷയപാത്രം ദ്രൗപദി കഴിക്കുന്നത് വരെ ഉള്ളൂ എന്നാണ് പറയുക, അതിൽ നിന്ന് വരുന്നത്. പക്ഷെ നമ്മളുടെ കയ്യിൽ ഭഗവാൻ തന്ന അക്ഷയപാത്രം എന്താണ്? നല്ല മനസ്സ്, നല്ല സ്നേഹത്തോടു കൂടി നമ്മൾ സ്നേഹം എത്ര ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്നു, സ്നേഹത്തോടു കൂടി നമ്മൾ ഒരാളോട് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു, അത് തന്നെയാണ് ഏറ്റവും വലിയ ഭഗവാൻ നമുക്ക് തന്ന അക്ഷയപാത്രം എന്ന് പറയുന്നത്. ആ അക്ഷയപാത്രം എല്ലാവരും എടുത്തും എന്നും ശോഭയോടുകൂടി ഇരിക്കട്ടെ. അതെങ്ങനെയാണ് നമ്മളെടുത്തുള്ള അക്ഷയപാത്രം ശോഭയോടുകൂടി ഇരിക്കുക എന്ന് ചോദിക്കൂലേ? നമ്മൾ എന്നും തേച്ച് വൃത്തിയാക്കുമ്പോൾ ആ പാത്രം ശോഭയോട് കൂടിയിട്ടിരിക്കും. അതെങ്ങനെയാണ്? നമ്മൾ നാമം ജപിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അതെപ്പോഴും പെർഫെക്റ്റായിട്ടിരിക്കും. നമ്മളെ മനസ്സിൽ വരുന്ന അഴുക്കുകൾ തന്നെയാണ് ആ പാത്രത്തിൽ നമ്മളെ മനസ്സാകുന്ന ആ പാത്രത്തിൽ പറ്റുന്ന അഴുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ നാമങ്ങളൊക്കെ ജപിക്കുക. അപ്പോൾ എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറാനും സംസാരിക്കാനൊക്കെ ഭഗവാൻ നിങ്ങളെ തന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മളിലെല്ലാവരും ഉണ്ട്. ഭഗവാൻ തന്ന ആ അക്ഷയപാത്രം നമ്മളിലെല്ലാവരിലും ഉണ്ട്. ആ പാത്രത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ദിവസം നമ്മൾ തന്നെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. അല്ലാതെ ഇന്നത്തെ ദിവസം സ്വർണം മേടിച്ച് വയ്ക്കാനൊന്നല്ല കേട്ടോ. ആ ഒരു തെറ്റായ ധാരണ എനിക്കും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ നന്മ മാത്രം വരുത്തട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.